നിറത്തിൻ്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? അതായത് ചില ആൾക്കാർ പറയാറില്ലേ, നീ എന്ത് ഇത്ര നിറം കുറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും നീ എന്ത് ഇത്ര മെലിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര തടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. മെലിഞ്ഞിരുന്നാൽ പൊതുവെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ വീട്ടിൽ ഇത്ര ദാരിദ്ര്യമാണോ എന്ന് ചോദിക്കും. ഈ തടിച്ചിരുന്നാൽ ചോദിക്കും, എന്താ വെറുതെ ഇങ്ങനെ വീർത്തിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ ഒരു ഡെൻ്റൽ കോളേജിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, കോളേജിലെ അധ്യാപകർ ഈ പെൺകുട്ടീനെ ഇത്ര നിറം കുറഞ്ഞിരിക്കുന്ന നീയാണോ ഒരു ഡോക്ടർ ആവുന്നത് എന്നുള്ള ആ പെൺകുട്ടീനെ നിരന്തരം കളിയാക്കി. അങ്ങനെ നിരന്തരമായിട്ടുള്ള അവഹേളനം സഹിക്കാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അധ്യാപകരുടെ പ്രവൃത്തിയിൽ നമുക്ക് വളരെയധികം നാണക്കേട് തോന്നും. കാരണം എന്ന് വെച്ചാൽ, ഇത്ര വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു പഠിക്കാൻ മിടിക്കുക ഒരു പെൺകുട്ടിയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ, ഒരു 23 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടിയാണ് തൻ്റെ ചെറിയ പ്രായത്തിൽ തൻ്റെ അധ്യാപകരുടെ നിരന്തരമായിട്ടുള്ള കളിയാക്കലുകൾ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മുറിവേറ്റൊരു ബാല്യം, പ്രത്യേകിച്ച് നിറത്തിൻ്റെ പേരിൽ മുറിവേറ്റൊരു ബാല്യം എനിക്കുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുറിവേറ്റ മറ്റൊരു വ്യക്തിയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തി നമ്മളുടെ നിറം, ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്, അതൊക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ അവർക്കൊരിക്കലും നമ്മൾ കടന്നു വന്ന വഴികളോ നമ്മുടെ പോരാട്ട വീര്യങ്ങളോ നമ്മൾ നേടിയത് എന്താണെന്നോ ഒന്നും അവർക്ക് അറിയാൻ സാധിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നിറമോ അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പോ ഒന്നും അല്ല. അത് നിരന്തരമായിട്ടുള്ള നമ്മുടെ പോരാട്ട വിജയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേടിയെന്നാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാൽ, അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ തടി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ ഒന്ന് പോടെ, പോയി പണി നോക്കടേ എന്ന് പറയാനുള്ള ധൈര്യം ഇന്നത്തെ മക്കൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.